എല്ലാവരും മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് നമുക്കറിയില്ല. എൻ്റെ മകൻ നിരപരാധിയാണ്. അതിൻ്റെ നിരപരാധിത്വം നമുക്ക് തെളിച്ചു തന്നു. ഇങ്ങനെ എത്രയും പറ്റുന്നത് തന്നെ കുട്ടികളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും മൊത്തത്തിൽ പോലീസുകാരുടെ ക്രൂരതയിൽ ജയിലിലടയ്ക്കപ്പെട്ട അബൂബക്കറിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ച് 2-3 വീഡിയോകളിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഗൂഡല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തിരൂരെത്തിച്ച് തിരൂരിൽ ഡിവൈഎസ്പി ഓഫീസിലും അതുപോലെ പിന്നീട് വൈകി സ്റ്റേഷനിലും കൊണ്ടുവച്ച ശേഷം രാത്രി 11 മണിയോടുകൂടി തിരൂരിൽ ബ്രിഡ്ജിന്റെ താഴേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി തിരികെ കൊണ്ട് അവിടെ റൗണ്ട് പോർട്ടിന്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് അവിടെ വെച്ച് കസ്റ്റഡിയിലെടുത്തു എന്നൊരു നാടകം ഉണ്ടാക്കി എന്നാണ് മനസ്സിലായത്. പിന്നെ അതിൽ എഫ്ഐആർ ഇടുന്നു. കുറ്റസമ്മതം നടത്താൻ വേണ്ടി എന്തുകൊണ്ട് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റസമ്മതം നടത്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി പറയുന്നത്. രണ്ടാം വിരലിൽ അല്ലെങ്കിൽ പെരുവിരലിൽ ഷൂസിട്ട് ബൂട്ടിട്ട് ചവിട്ടി കയറി നിന്നുകൊണ്ട് ഒപ്പിടാന്ന് പറഞ്ഞാൽ ആരായാലും ഒപ്പിട്ടു. അല്ലെങ്കിൽ അവിടെ തുടങ്ങുകയാണ് ബാക്കിയുള്ള ക്രൂരതകൾ. കാരണം ഇത് ഒരു ടാർഗറ്റ് ചെയ്ത ഒരു പണിയാണ്. നിരപരാധിയാണ് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെ ആ നിരപരാധിയെ കുറ്റസമ്മതം നടത്തി അയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത് പരമാവധി എല്ലാം ചാർത്തി കൊടുത്ത് ശിക്ഷ വാങ്ങി കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റിലേക്ക് കൊണ്ടുവരും എന്ന് ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ കുറ്റസമ്മതം നടത്താൻ വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, മജിസ്ട്രേറ്റിന്റെ അടുത്ത് കോടതിയിൽ മൊഴി കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് പറഞ്ഞത് മൊഴി മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്, ഓർത്തോ. ഈ ഒരു സംസാരം കൂടി ആകുമ്പോൾ നമ്മൾ ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നീ അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തിരികെ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ചിലപ്പോൾ താഴെ വീണ് തട്ടിപ്പോയെന്ന് വരും എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പോ ജീവൽ ഭയമുള്ള ആരും സമ്മതിച്ചു പോകും. അതാണ് അതിന്റെ അവസ്ഥ. പിന്നീട് നിരപരാധിത്വം തെളിയിക്കാമെന്ന് കരുതി പോകും. അത്രത്തോളം ക്രൂര പീഡനമാണ് ഇവർ പീഡിപ്പിക്കുന്നത്, മാനസികമായും ശാരീരികമായും. അപ്പോൾ അത്തരത്തിൽ പീഡിപ്പിച്ചിട്ടാണ് അബൂബക്കറിനെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചതെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, അതുപോലെ താമരശ്ശേരിയിലടക്കം, കോഴിക്കോട് ജില്ലയാണ് താമരശ്ശേരിയിലടക്കം ഇത്തരത്തിലുള്ള ഒരുപാട് പേർ പ്രതിയായിട്ടുണ്ട്. അതിലൊരാൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. അദ്ദേഹം സൗദി അറേബ്യ ജോലി ചെയ്യാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്, കേസിൽ പെടുത്തിയ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ പെടുത്താൻ സഹായിച്ചത്, പോലീസിനെ സഹായിച്ചത് ഈ മയക്കുമരുന്ന് കണ്ണികൾ കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗമല്ല എന്ന് തോന്നിപ്പോകുന്നു. പകരം പ്രതികൾ ഉണ്ടാക്കുക, ടാർഗറ്റ് ഉണ്ടാക്കുക. ആ ടാർഗറ്റിൽ ഇവിടെ ഈ മലബാർ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം ഉണ്ടാകുന്ന സ്ഥലമാകുക, ഇവിടെയുള്ള യുവാക്കൾ മുഴുവൻ ക്രിമിനലുകളായി മാറുക, ഒരു പ്രത്യേക സമുദായം മുഴുവൻ ക്രിമിനലുകളായി അറിയപ്പെടുക. ഇതൊക്കെയാണ് അജണ്ട. ഈ അജണ്ടയാണ് PV അൻവർ മാന്തി പുറത്തിട്ടത്. ഏതായാലും അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ പൂർണ്ണമായി നിരപരാധി എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നത് ശ്രദ്ധിക്കുക. ശേഷം സഹോദരൻ. എൻ്റെ മകൻ ശരിക്കും നിരപരാധിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. വീട്ടുകാർക്കും എല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയുന്ന കേസാണ്. എല്ലാവരും മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എൻ്റെ മകൻ നിരപരാധിയാണ്. അതിൻ്റെ നിരപരാധിത്വം നമുക്ക് തെളിച്ചു തന്നു. ഇങ്ങനെ എത്രയും പെട്ടെന്നത് തന്നെ കുട്ടികളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും മൊത്തത്തിൽ ഉമ്മയും മക്കളും ഭയങ്കര വിഷമത്തിലാണ്. ഇത് ശരിക്ക് തിരൂരിൽ നിന്നാണ് പിടിച്ചെന്നാണ് പോലീസ് ഭാഷ്യം, പത്രവാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഗൂഡല്ലൂരിൽ നിന്നാണ് പിടിച്ചെന്നുള്ള ഒരു കഥയാണ് യാഥാർത്ഥ്യം എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഗൂഡല്ലൂരിൽ നിന്ന് പിടിക്കാനുണ്ടായ സാഹചര്യം? എങ്ങനെ അബൂബക്കർ ഗൂഡല്ലൂർ എത്തിയത്? ഓനസ്ലിയായിട്ട് ഗുഡൽപേട്ട ആ സമയം നമ്മൾ കൃഷി സംബന്ധമായിട്ട് ഇടയ്ക്കിടെ പോകുന്ന ആളായിരുന്നു. അങ്ങനെ പിന്നെ ഓന് ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾ മുഖാനാണ് ഇവന് ഗൂഡല്ലൂരിൽ ഈ അഹദിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ നവാസ് അഹദ് എന്ന് പറയുന്നത്, അഹദ് എന്ന് പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതി. ഈ അഹദിൻ്റെ അടുത്തേക്ക് ഇവൻ വരാനുണ്ടായ കാരണം ഇനി ക്യാഷ് കിട്ടാൻ വേണ്ടി ഇന്ന ആളടുത്തേക്ക് പോയി പറഞ്ഞിട്ട് ലൊക്കേഷൻ അടുത്ത് മുട്ട് പിന്നെ അബൂബക്കറിനെ ഇവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാണ്. ആര്? ഈ നവാസ് ഓൻ്റെ നാട്ടുകാരന്, ഇവിടെ വേങ്ങര തന്നെയുള്ള ആള്. വേങ്ങരയുള്ള ആള്. അതായത് നവാസും ഈ അബൂബക്കറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. അതെ. അബൂബക്കറിന് പൈസ കൊടുക്കാണ്ട്, നവാസ് കൊടുക്കാണ്ട്. അപ്പൊ അത് നവാസിന്റെ ഇല്ലാത്തത് കൊണ്ട് ഇന്ന ആളുടെ ഉണ്ട്, അവിടെ പോയി വാങ്ങാൻ പറഞ്ഞു. നവാസ് പിന്നെ ഇവന്റെ അടുത്ത് അറേഞ്ച് ചെയ്തേക്കണ വണ്ടി പോയി വാങ്ങിച്ചു പറഞ്ഞിട്ട് ഇവനാണ്ട് പറഞ്ഞേച്ചാണ്. അങ്ങനെ ഇവന് പിന്നെ കുണ്ടിൽപ്പെട്ടുന്ന് വന്ന് അന്ന് കാർഡ് അടിച്ച് പിറ്റേന്ന് രാവിലെ കാർഡ് തുറന്ന് വന്ന് ഗൂഡല്ലൂർ എത്തിയപ്പോൾ പിന്നെ
ഒരു വില്ലേജിൽ എന്തൊരു ഓഫീസറായിട്ട് എന്താണ് പോയിന്. ഓഫീസറെ ഉടലൂർ ഇറക്കിയിട്ട് പിന്നെ വിട്ട ലൊക്കേഷൻ പ്രകാരം ആ കോടതി റോട്ടിൽ കാറ് നിർത്തിയിട്ട് പിന്നെ ഇപ്പം പാസേജ് കൂടെ നടന്നു വരുന്ന വീഡിയോസ് വരെയുണ്ട്. അങ്ങനെ നടന്നു നിന്നിട്ട് നേരെ ഈ ലോഡ്ജിൽ കയറി. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡാൻസ് ആപ്പിലെ 2 ഉദ്യോഗസ്ഥർ കയറി പോണ വീഡിയോസ് അത് നമ്മളെടുത്തിട്ടുണ്ട്. അതായത് ഗൂഡല്ലൂര് ഈ പറഞ്ഞ അവിടേക്ക് പോകുന്നത് അബൂക്കർ ഒറ്റയ്ക്കല്ല, മറ്റേതൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹത്തെ വഴിയിൽ ഇറക്കുകയാണ് ചെയ്തത്. ഗൂഡല്ലൂര് ഭാഗത്ത് എവിടെയോ ഇറക്കി വിട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പറയുന്ന ഈ എന്താണ് പേര് അദ്ദേഹത്തിന്റെ 1-ാം പ്രതിയുടെ പേരെന്തായിരുന്നു? അഹദ് ഉള്ള സ്ഥലത്തേക്ക് ആ ക്വാർട്ടേഴ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഡാൻസ് ഓഫ് ടീം വന്ന് പിടിക്കുകയായിരുന്നു ചെയ്യുന്നത്. ആ സമയത്ത് കയറിലും ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ എന്റെ ബാക്കില് ഈ ഡാൻസ് ഓഫ് പോലീസുകാർ വന്നിട്ട് കയറി അങ്ങനെ കൂട്ടത്തിൽ ഇവനെയും പിടിച്ച്. അല്ല, ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോ ഇസ്മായിൽ പറഞ്ഞത് അബൂബക്കർ ഈ പൈസ നവാസ് കൊടുക്കേണ്ട പൈസ അഹദിന്റെ നിന്ന് വാങ്ങിക്കൂ എന്ന് പറഞ്ഞപ്പോ പൈസ അഹദിന്റെ അടുത്ത് വാങ്ങാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വേങ്ങരയിൽ നിന്ന് ഈ പറഞ്ഞ ഗുണ്ടൽപേട്ട് പോയി വാങ്ങേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ? അവിടെ നിന്ന് ഓൺലൈനായിട്ട് അയച്ചു കൊടുത്താൽ പോരെ? ഓന് നിലവിൽ ഗുണ്ടൽപേട്ടെന്ന് ഭയങ്കര തിരിച്ചു വരുന്ന ആളല്ലേ. തിരിച്ചു വരുന്ന സമയത്ത് ഗൂഡല്ലൂർ വഴിയാണ് എന്തായാലും വരും. ഗൂഡല്ലൂരാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഗൂഡല്ലൂര് ഇവിടെ നിന്ന് വേങ്ങരയിൽ നിന്ന് പോയതല്ല. അല്ലല്ല, ഓൾറെഡി ഗുണ്ടൽപേട്ട ഉള്ള ആളാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് വിളിച്ചത്. അപ്പൊ അതുവഴി വന്നാണ് ഗൂഡല്ലൂർക്കാരാണ് ഇതിനെ വരിക. അല്ലാതെ ഇവിടെ നിന്ന് വേങ്ങരയിൽ നിന്ന് ഈ പണം വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയല്ല. അല്ലല്ല, അങ്ങനെ ഒരു പ്രചരണം ഉണ്ട്, അതാ ചോദിച്ചത്. ഈ പണം നമുക്ക് ഓൺലൈനായിട്ട് വരുമല്ലോ, വരാനുള്ള സൗകര്യം ഉള്ളപ്പോ ഈ അബൂക്കർ ഈ പണം വാങ്ങാൻ എന്തിന് ഗൂഡല്ലൂര് പോയി എന്നതാണ് ചോദ്യം. അപ്പൊ മയക്കുമരുന്ന് കച്ചവടത്തിന് പോയതല്ലേ? അല്ലല്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുണ്ടൽപേട്ട് ഉണ്ടായിരുന്ന ആള് നാട്ടിലേക്ക് വരുന്ന വഴി ഈ പണവും കൂടി വാങ്ങി വരാൻ ഗൂഡല്ലൂര് അവിടെ കയറി എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഡാൻസ് ഓഫ് ടീം പിടിക്കുന്നത് അല്ലേ? പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഇവന് വണ്ടി ഓടിച്ചു. വണ്ടി ഇപ്പം കാണിച്ചു കൊടുത്ത് ഇവന് ഈ പ്രതി ഇവന് കേസിലെ പ്രതിയാണ്. ഓനെ പിടിച്ചുള്ള തെളിവിന് അന്ന് തിരൂര് സ്റ്റേഷനിലെത്തിയാൽ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അങ്ങനെ ബൊലോറിലൊക്കെ പോകാൻ സിമ്പിളായിട്ട് മറ്റവനെ കയ്യാൻ പെട്ടാണ് കൊണ്ടുപോകണത് ഈ പ്രതിനെ. ഇവനെ സിമ്പിളായിട്ട് ഇവന്റെ അഹദിന്റെ ബാഗും ഈ ഡാൻസ് ആപ്പിന്റെ ഒരാളെ തോളിലുള്ളത് ഒരു നീല ബാഗുണ്ട് ആ വീഡിയോയില്. അബൂബക്കർ സിമ്പിളായിട്ട് ബൊലോറിന്റെ ഡോറ് തുറക്കണ വരെ അബൂബക്കറാണ് ഇവരെ വണ്ടിന്റെ. അപ്പോ എന്തായാലും നമുക്ക് ചിന്തിച്ചാൽ കിട്ടില്ല അങ്ങനെ അവരെ കൊണ്ടുപോകണമെന്നുള്ളത്. അങ്ങനെ അവരെ വണ്ടി കാണിച്ചു കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ വണ്ടി എടുത്ത് അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫോൺ വാങ്ങിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കിയാണ്. ഇവരെ അണ്ടറിലായിന്ന് കണ്ടേക്ക് ഫോൺ വാങ്ങിച്ച് സ്വിച്ച് ഓഫ്. ആ വണ്ടി ഭക്ഷണം കഴിക്കാനും കൂടി നിർത്തിയില്ല. നേരെ വന്ന് 4:59 5 മണിക്കൊക്കെ മുണ്ടോമ്പ് പമ്പിൽ വന്ന് ഡീസൽ അടിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഡാൻസ് ആപ്പിൽ പെട്ട രാജേഷ് ജയപ്രകാശ് അങ്ങനെ 2 ആൾക്കാർ ഇങ്ങനെ ഈ എൻ്റെ ലോക്ക് തുറക്കാൻ കിട്ടിയിട്ട് 2-3 അങ്ങനെ ഇറങ്ങി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കയറി പോണ പോലീസുകാരൻ അതേ പോലീസുകാരനാണ് ഇവിടെ ഇറങ്ങി വരണം. ജീപ്പിന്ന് ഇറങ്ങി കയറി പോകുന്ന അതേ പോലീസുകാരനാണ് ഇവിടെ പമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് പമ്പിൽ നിന്ന് എണ്ണടിച്ചതിന് ശേഷം നേരെ ഡിവൈഎസ്പിന്റെ ഓഫീസിൽ 6 മണി ആ സമയത്ത് എത്തണം തിരൂര്. അവിടുന്ന് ആണ്ടുകൊണ്ടൊക്കെ ചോദ്യം ചെയ്ത് ഒരു 9-9:30 തിരൂർ സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത്. തിരൂർ സ്റ്റേഷനിൽ നിന്ന് രാത്രി 11 മണി വൈകുന്നേരം സമയത്ത് ഇവരെ 2 ആൾ ബൊലേറോ പോലീസ് ജീപ്പിൽ ഇറക്കി കൊണ്ടുപോയി ആ ഓവർ ബ്രിഡ്ജിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ കാറൊക്കെ മാറ്റി ഇരുത്തുന്നതും. കാറ് പോലീസുകാരൻ തന്നെ ഓടിച്ചു വന്ന് ഈ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം പോലീസുകാർ ഇറങ്ങിയിട്ട് ഒന്നാം പ്രതി എന്ന് പറയുന്ന അഹദിനോട് സീറ്റിന്റെ അടിയിലൂടെ മുന്നിലേക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞേ. അങ്ങനെ വലിയ ഡോർ തുറന്നാണ് ഇങ്ങനെ പിടിക്കുന്നതാണ് തെളിവാണ് ഇപ്പോൾ പോലീസുകാർ വെച്ചിട്ടുള്ളത്. ഒരു നിലക്കും തിരൂരിൽ സംഗതിയല്ല, അത് ഗൂഡല്ലൂരിൽ നിന്ന് എൻ്റെ ആവശ്യം കയറുമ്പോഴാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമുള്ളത്, ഈ ഡാൻസ് ഓഫ് ടീം മലപ്പുറം അല്ലേ? മലപ്പുറത്തെ ടീമല്ലേ? ഇവിടുത്തെ ടീമാണ്, താനൂരുള്ള ഭാഗത്തുള്ള ടീമാണ്. അപ്പോൾ ആ ടീം ഗുണ്ടൽപേട്ട് ഇയാൾ വരുന്ന സമയത്ത് ഗൂഡല്ലൂർ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ നേരത്തെ ഉണ്ടാവുമല്ലോ. അതെ, പോലീസ് പ്ലാൻഡ് ആയതുകൊണ്ടാണ് ഇവൻ കയറാൻ വെയിറ്റ് ചെയ്ത്. ഇവര് അഹദിനെ പിടിക്കാൻ വേണ്ടി വന്ന് ഓല് ഓൾറെഡി പ്ലാൻ ചെയ്ത് നിൽക്കണം. അതുകൊണ്ടുള്ള അബൂബക്കർ കയറി നേരെ ആ സ്പോട്ടിൽ തന്നെ ഡാൻസ് ഓഫ് ബാക്കിൽ കയറി നേരെ ഡാൻസ് ഓഫിന്റെ ടീം നേരത്തെ തന്നെ അവിടെ ഉണ്ടാവണം.